മാർപ്പാപ്പ ആരാണെന്ന് മാർപ്പാപ്പയ്ക്ക് അറിയില്ലെങ്കിൽ ട്രംപിനോടോ JD വാൻസിനോടോ ചോദിക്കുക. അപ്പോൾ മാർപ്പാപ്പ ആരാണെന്നും ട്രംപും വാൻസും ആരാണെന്നും പറഞ്ഞു തരും. എന്തായാലും മനോഹരമായ ഒരു വിവാദം നടന്നു പോകുന്നതിൽ നമുക്ക് ഇത്തിരി ആശങ്കയുണ്ട്, അതൃപ്തിയുമുണ്ട്. ആവശ്യമില്ലാത്തൊരു കാര്യം പോലെ തോന്നുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കേട്ടത് ഈ വത്തിക്കാൻ സ്ഥാനപതിയെ നൂൺഷിയോയെ ഇവിടെ ഈ വാർ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് ഈ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നൂൺഷിയോ അങ്ങനെ സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ ഈ വത്തിക്കാനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞന്ന് വലിയ വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ അത് സത്യമല്ല എന്നാണ് പിന്നെ വത്തിക്കാൻ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ട്രംപ് യുദ്ധത്തെപ്പറ്റിയും പിന്നെ മാർപ്പാപ്പയെ പറ്റിയും പിന്നെ സംസാരിക്കുന്നത്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിൽ മാർപ്പാപ്പ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ യുദ്ധം മോശപ്പെട്ട കാര്യമാണ്, ഈ ആളുകൾ കൊല്ലപ്പെടുന്നു, അപ്പോൾ അത് ദുഷ്ടന്മാരും ഒക്കെയാണ് മറ്റുള്ളവരെ കയറി ആക്രമിക്കുന്നത്, ഇങ്ങനെ ആ രീതിയിലുള്ള സംസാരങ്ങൾ. അപ്പോൾ ട്രംപ് പറയുന്നത് ഈ യുദ്ധം ന്യായമാണ്, യുദ്ധം ചെയ്തേ പറ്റൂ, ഇറാൻ ഒരു അണ്വായുധത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഇറാൻ 42,000 പേരെ അവിടെ കൊന്നു, അവിടെ പ്രതിഷേധിച്ച ആളുകളെ കൊന്നു, അതിനെതിരെ ഒന്നും ആരും ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇപ്പം യുദ്ധത്തെപ്പറ്റി പ്രതികരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള ആളുകൾ ഈ മറ്റുള്ളവരെ ആക്രമിക്കുകയും യുദ്ധത്തിന് കോപ്പൂട്ടുകയൊക്കെ ചെയ്യുന്നവർ അവർക്കൊരു സ്ഥാനമില്ല എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. പിന്നെ മാർപ്പാപ്പ പറഞ്ഞത് വാളെടുക്കുന്നവരും യുദ്ധം ചെയ്യുന്നവരും അവർക്കൊന്നും സ്വർഗത്തിൽ സ്ഥാനമില്ല എന്ന്. അപ്പോൾ ഇതിങ്ങനെ ഈ വിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം JD വാൻസ് അദ്ദേഹം ഒരു പുതുക്രിസ്ത്യാനി എന്ന് പറയില്ല, ഒരു പുതിയ കത്തോലിക്കനാണ്. കാരണം 2000 വിവാഹത്തിന് ശേഷമാണ്. അത് എനിക്ക് അതിശയമായിട്ട് തോന്നുന്നത്. സാധാരണ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദുവാണ്. അപ്പോൾ സാമാന്യ നിലയിൽ ഈ സായിപ്പുമാരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഹിന്ദുമതത്തിലേക്ക് അങ്ങ് ചേരും. അങ്ങനെയാണ് പലപ്പോഴും കാണാറുള്ളത്. ഇദ്ദേഹം ഏതായാലും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് കത്തോലിക്ക സഭയിലാണ് ചേർന്നത്. 2015 അങ്ങനെ 18 ഏതോ കാലഘട്ടത്തിൽ ചേർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മാർപ്പാപ്പ ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ഒന്നും സംസാരിക്കരുത് എന്ന്. അപ്പോൾ ഇവിടുത്തെ ബിഷപ്പുമാർ പറഞ്ഞിരിക്കുന്ന മാർപ്പാപ്പ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മാർപ്പാപ്പ സഭയുടെ കാര്യമാണ് പറയുന്നത്, സഭയുടെ നിലപാടുകൾ, സഭയുടെ വിശ്വാസ പ്രമാണങ്ങളാണ് പറയുന്നത്, ബൈബിളിനെ അടിസ്ഥാനമാക്കി. അത് പണ്ടും ഇങ്ങനെ തന്നെയാണ്, ഒരേ വിശ്വാസം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല, ആ കാര്യമാണ് പറയുന്നത്. അപ്പം മാർപ്പാപ്പായ്ക്ക് തിയോളജി അത്ര പിടിയില്ല എന്നാണ് ഈ JD വാൻസൊക്കെ സൂചിപ്പിച്ചതെന്നാണ് ചില പരാമർശങ്ങളൊക്കെ കണ്ടത്. എന്തായാലും ഇതൊരു തമാശ കാര്യം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ മാർപ്പാപ്പ അമേരിക്കൻ പൗരനാണ് ഒരർത്ഥത്തിൽ. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം രാജ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടി. അപ്പോൾ എന്തായാലും ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കത്തോലിക്ക സഭ അനുകൂലിക്കുന്ന യുദ്ധം വല്ലതുമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ കത്തോലിക്ക സഭ ഏതെങ്കിലും യുദ്ധത്തെ അനുകൂലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പൊതുവേ ക്രൈസ്തവർ. അപ്പോൾ അങ്ങനെ യുദ്ധങ്ങളെ ഒന്നും ക്രിസ്തു അനുകൂലിക്കുന്നില്ല. ബൈബിളിൽ അങ്ങനെ യുദ്ധത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മാർപ്പാപ്പയെ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബിഷപ്പുമാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു ജസ്റ്റ് വാർ, അതായത് നീതിപൂർവമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു യുദ്ധം വേണമെങ്കിൽ നടത്താം, അതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളെ കുത്താൻ പശു കുത്താൻ വന്നാൽ ആ പശുവിനെ നമ്മൾ തൊഴുതു നിൽക്കാനാവില്ലല്ലോ, എത്ര വലിയ പശുഭക്തനാണെങ്കിൽ കൂടി. അപ്പോൾ അതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ ജസ്റ്റ് വാർ എന്താണ്? അപ്പോൾ ജസ്റ്റ് വാറിനൊരു ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിനെ എതിർക്കുക, അതിനെ ഡിഫെൻഡ് ചെയ്യുക, അവർക്ക് എതിരെ അതിനെ പ്രതിരോധിക്കുക, അതാണ് ഒരു ജസ്റ്റ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപും JD വാൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ നാസികൾ ഫ്രാൻസിനെ കീഴ്പ്പെടുത്തി. അപ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പോയി ഫ്രാൻസിൽ പോയി യുദ്ധം ചെയ്തു. അപ്പോൾ അത് ജസ്റ്റ് വാറാണോ ഇല്ലയോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം ഈ യുദ്ധങ്ങൾക്ക് അതിൻ്റേതായ ഒരു അന്യായവും ഒക്കെ ഉണ്ട് എന്ന് വേണം കരുതാനായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഹമാസിനെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോ അതുപോലെ തന്നെ ഇറാനെയോ ഈ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ന്യായമുണ്ട്. അപ്പോൾ എതിർക്കുന്ന ഇവരുടേതായ ന്യായങ്ങൾ. ഇപ്പോൾ എല്ലാവർക്കും പലതരം ന്യായങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിൽ കൂടി അവിടെ ഒരു അണ്വായുധത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഇറാന് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖല മുഴുവൻ പ്രശ്നങ്ങളായിത്തീരും. ആ മേഖലയിൽ മുഴുവൻ ആധിപത്യം സ്ഥാപിക്കുന്നതിന് അവർക്ക് സാധിക്കും. അപ്പോൾ അതിനെ തടയിടേണ്ടതൊരു ആവശ്യം തന്നെയാണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. കാരണം ഒരു അണ്വായുധം കൊണ്ട് പാകിസ്ഥാൻ കിടന്ന് കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്ന് തന്നെ നമ്മൾ വാസം പറഞ്ഞാൽ
അതിനെതിരെ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരൊക്കെ വളരെ മര്യാദക്കാർ. അന്ന് മൊറാർജി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്കാവെങ്കിൽ പിന്നെ അവർക്കായിക്കൂടെ. അപ്പോൾ ആ തുല്യമായിട്ട് ചിന്തിക്കുന്നൊരു സംസ്കാരമായിരുന്നു നമ്മൾ. പക്ഷേ ഇന്നാണെങ്കിൽ കുറച്ച് മാറ്റമുണ്ടാകുമായിരിക്കും എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എങ്ങനെ ഇരുന്നാലും ഈ മാർപ്പാപ്പായും ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലൊരു വിവാദമുണ്ടാകുന്നത് ഖേദകരമാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലണി പറഞ്ഞു, മാർപ്പാപ്പായെ ആക്രമിക്കുന്ന ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, അത് റോമിലാണ്. അപ്പോൾ അവർ ട്രംപിൻ്റെ വലിയ കൂട്ടാളിയായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെയാണോ, ഇവർക്കൊരു ധൈര്യമില്ലാത്ത ആളാണല്ലോ എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. അതിൻ്റെ ഇടയ്ക്കാണ് ട്രംപ് ഈ യേശുക്രിസ്തുവിൻ്റെ വേഷമെന്ന് ചിലരും, പക്ഷേ അങ്ങനെയല്ല, അതൊരു ഡോക്ടറുടെ വേഷമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീടും ഒരു AI ഇമേജ് ആരോ പങ്കുവെച്ചത് കാണുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. അനാവശ്യമായി ഈ മതങ്ങളെ ഇതിൽ വലിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല. യുദ്ധങ്ങൾ അതിൻ്റേതായ വഴിക്ക് പോകുന്നു. മതങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, യുദ്ധം പാടില്ല, വാളെടുക്കുന്നവൻ വാളാലെ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ബോംബിടുന്നവൻ അവർക്ക് നാശം വരുന്നു, മറ്റുള്ളവർക്ക് നാശം വരുത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ വിവാദം തുടരുന്നത് നന്നല്ല. അതിനൊരു സുഖവും തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധത്തിനും ഒരു സുഖമില്ല. അവിടെ പോയി ആളുകൾ അവരുടെ കെട്ടിടങ്ങളും അവരുടെ സ്ഥാപനങ്ങളും എല്ലാം തകരുന്നു. അവിടെ മനുഷ്യർ കഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. അതേസമയം തന്നെ അവർ ആ പിടിവാശിയിൽ ഇപ്പോഴും നിൽക്കുന്നു. ആ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഞങ്ങളിപ്പം ശരിപ്പെടുത്തി തരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരിപ്പെടുത്താൻ അവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അവരെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. 9 കോടി ജനങ്ങളുടെ ഒരു വലിയ രാജ്യമാണ് അതും. പക്ഷേ അതേസമയം തന്നെ ഈ അമേരിക്കയോട് പിടിച്ചു നിന്ന് അല്ലെങ്കിൽ ദീർഘകാലമായ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആരും ഒന്നും നേടുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കാനാണ് നോക്കേണ്ടത്. അതിന് പകരം പിടിവാശി പിടിക്കുന്നതിൽ കാര്യമില്ല. എന്തായാലും ഈ പാകിസ്ഥാനിലെ പട്ടാള മേധാവി ആസിം മുനീറും ഒക്കെ കൂടെ അവിടെ പോയിട്ടുണ്ട് ഇറാനിൽ. അപ്പോൾ എന്തെങ്കിലും കാര്യമായ ഒരു ചർച്ചയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പ്രശ്നം തീരും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണർന്നിട്ടുണ്ട്. ആ പ്രതീക്ഷയുടെ പേരിലാണ് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കുതിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നിലയിൽ ഇങ്ങനെ യുദ്ധമൊക്കെ വന്നു കഴിയുമ്പം, ആശങ്ക വന്നു കഴിയുമ്പോൾ സ്റ്റോക്ക് അങ്ങ് തകരുകയാണ് ചെയ്യുന്നത്. ഇതല്ല, മുന്നോട്ട് പോകുന്നു. കാരണം എങ്ങനെയായാലും യുദ്ധം മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഇവിടെ ഉണർന്നിട്ടുണ്ട്. പക്ഷേ നിത്യജീവിതത്തിൽ ഗ്യാസിൻ്റെ വില കൂടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനായിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല, പ്രത്യേകിച്ച് ട്രംപിന്. കാരണം മിഡ് ടേം ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോൾ അതിനു മുമ്പ് തീരണം. പെട്ടെന്ന് തീർന്നാൽ അതിൻ്റെ ഗുണങ്ങൾ മിഡ് ടേം ഇലക്ഷനിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ യുദ്ധം തീരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ മുന്നോട്ട് പോകുന്നതും. അത് യുദ്ധം തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തിനാണ് ഒരു യുദ്ധം? ഇറാൻ പിടിവാശി വിടട്ടെ, അവർക്ക് എന്തിനാണ് അണ്വായുധം? അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല, അതിൻ്റെ ഒരു ആവശ്യമുള്ള ഒരു കാര്യമല്ല. അതിന് മാത്രം പ്രധാനപ്പെട്ട ഒരു രാജ്യമോ അതിന് മാത്രം ഒരുപാട് ശത്രുക്കളുള്ള രാജ്യമോ അല്ല അവർ. മര്യാദയ്ക്ക് അവർക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. അത് ഉപേക്ഷിക്കേണ്ട ഒരു സമയം തന്നെയായെന്ന് തോന്നുന്നു.